സ്ലീപ്ലെസ്നെസ് അല്ലെങ്കിൽ ഉറക്കക്കുറവ്, ഉറക്കമില്ലായ്മ. ഉറക്കക്കുറവ് ഒരു അസുഖമാണോ എന്ന് ചോദിച്ചാൽ ഒരു അസുഖത്തിന്റെ ഗ്രേഡിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്ന അസ്വാസ്ഥ്യമാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ മാത്രമാണ് നമ്മുടെ മൈൻഡിന് പൂർണ്ണമായിട്ടും റെസ്റ്റ് കിട്ടുന്നത്. പല അസുഖങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് ചിലപ്പം ഉറക്കമില്ലായ്മ വന്നു ചേരാം. മാനസികം അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള നമ്മളുടെ ഒരു അവസ്ഥ, നമ്മൾ സോഷ്യലി ഫേസ് ചെയ്യണ സ്ട്രെസ് നമ്മളുടെ ഉറക്കത്തിലായിരിക്കും പ്രതിഫലിപ്പിക്കുക. ഒരു ഫ്രസ്ട്രേഷൻ അടുത്തയിലോട്ട് ആഡ് ചെയ്ത് അവസാനം നമ്മൾ മാനസിക രോഗത്തിന്റെ ഒരു വക്കത്ത് വരെ വന്ന് നിൽക്കുന്ന അവസ്ഥകൾ വരാറുണ്ട്. പല ആൾക്കാർക്കും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളത് ചിന്തിച്ച് ഉറങ്ങാതെ ഇരുന്ന് ഡിപ്രഷൻ പോലെയുള്ള സ്റ്റേറ്റുകളിലേക്ക് പോവാറുണ്ട്. ഉറക്കമില്ലായ്മ വലിയ വലിയ അസുഖങ്ങളിലേക്ക് നമ്മളെ പതുക്കെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന നമ്മൾ പോലും അറിയാതെ പോകുന്നുണ്ട്. തരണം ചെയ്യാൻ എന്താ ചെയ്യാൻ പറ്റുക? അപ്പൊ പരമാവധി ചെയ്യേണ്ടത് നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് നമ്മുടെ സ്ട്രെസ്സുകൾ, നമ്മുടെ ടെൻഷൻസ് ഇതെല്ലാം മാറ്റിവെക്കുക. ചെറിയ പ്രേയേഴ്സ് എന്തെങ്കിലും പറഞ്ഞിട്ട് കിടക്കാൻ നോക്കുക. അല്ലെങ്കിൽ നല്ല കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക. കഴിഞ്ഞുപോയ കാലത്ത് നമുക്കുണ്ടായ കുറെ നല്ല അനുഭവങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു റൈറ്ററിന്റെ ബുക്ക് എടുത്ത് വെച്ച് വായിക്കാൻ നോക്കുക. ഇതൊന്നും ഇല്ലെങ്കിൽ നല്ല മെലോഡിയസ് ആയിട്ടുള്ള നല്ല പാട്ടുകൾ കേട്ട് നമ്മളുടെ മൈൻഡിനെ ഒന്ന് ഫ്രീ ആക്കുക. കുറച്ചു നേരത്തേക്ക് ഫ്രീ ആക്കി ഉറക്കത്തിലേക്ക് പോകാൻ നോക്കുക. നമ്മളൊരു അരമണിക്കൂറോളം എക്സസൈസ്, പ്രോപ്പർ ആയിട്ട് യോഗയോ മെഡിറ്റേഷനോ അല്ലെങ്കിൽ ചുമ്മാ ഒന്ന് പ്രകൃതിയെ നോക്കി അങ്ങനത്തെ ചെറിയ ചെറിയ ഹോബീസിനെയൊക്കെ നറിഷ് ചെയ്യുക. ലൈറ്റ് ഫുഡ് രാത്രി കഴിക്കുക. അപ്പൊ അത് നമ്മളെ ഉറങ്ങാൻ കുറച്ചുകൂടെ സഹായിക്കുന്നതായിരിക്കും. ഒരു പരിധി കഴിഞ്ഞുള്ള ഉറക്കമില്ലായ്മ സ്വാഭാവികമായിട്ട് മെഡിക്കൽ അറ്റൻഷൻ സീക്കിംഗ് ആണ്, അത് വേണ്ടതാണ്.